എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഇടുക്കി ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ പാഞ്ചാലിമേടിലെ കുറച്ച് കാഴ്ചകൾ കണ്ടുവരാം. മഹാഭാരതത്തിലെ ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രദേശത്തിന് പാഞ്ചാലിമേട് എന്ന പേര് ലഭിച്ചത്. പാഞ്ചാലിമേട് ഇതിൻ്റെ കവാടം കഴിഞ്ഞിട്ട് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ചാർജ് ഒരാളിന് 25 രൂപയാണ്. അതിനുശേഷം നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അകത്തേക്ക് കാണാനായിട്ട്. പ്രകൃതിരമണീയമായ ഒരുപാട് സ്ഥലങ്ങളും വ്യൂ പോയിന്റും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാര് അവരുടെ വനവാസ കാലത്ത് ഭാര്യയായ പാഞ്ചാലിമൊത്ത് ഇവിടെ ഒളിവിൽ താമസിച്ചിരുന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നു. മലയുടെ മുകളിൽ ഒരു ഭുവനേശ്വരി ക്ഷേത്രമുണ്ട്. അവിടെ ശിവലിംഗങ്ങൾ, ത്രിശൂലം, നാഗവിഗ്രഹങ്ങൾ എന്നിവ നമുക്ക് കാണാൻ പറ്റും. മുകളിലേക്ക് കയറി ചെല്ലും തോറും നല്ലൊരു വൈബാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പാഞ്ചാലി കുളിച്ചിരുന്നതായി പറയപ്പെടുന്ന ഒരു ചെറിയൊരു കുളം ഇവിടെയുണ്ട്. ഇത് പാഞ്ചാലി കുളം എന്നറിയപ്പെടുന്നു. പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമന്റെ കാൽപ്പാടുകൾ പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പാഞ്ചാലിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരു ആനയെ പാഞ്ചാലി ശപിച്ച് കല്ലാക്കി മാറ്റി എന്നാണ് മറ്റൊരു ഐതിഹ്യം. ഈ കല്ല് ആനക്കല്ല് എന്നറിയപ്പെടുന്നു. വർഷങ്ങളായിട്ട് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പക്ഷെ ഇത്രയും വികസനമൊന്നും വന്നിട്ടില്ല. 2018 ടൂറിസം വകുപ്പ് ഇത്രയും വികസനങ്ങൾ കൊണ്ടുവന്നത്. ഈ നമ്മൾ ആദ്യം കണ്ട പ്രവേശന കവാടവും ടിക്കറ്റ് കൗണ്ടർ, പിന്നെ ക്യാൻറ്റീൻ, നടപ്പാത, മനോഹരമായ നടപ്പാതയാണ്. പിന്നെ റെയിൻ ഷെൽട്ടറുകളുണ്ട്. ഇത്രയും വികസനങ്ങളൊക്കെ പിന്നീട് വന്നിട്ടുള്ള വികസനങ്ങളൊക്കെയാണ്. ഈ കാണുന്നതാണ് കുരിശുമല എന്നറിയപ്പെടുന്നത്. മനോഹരമായ പ്രകൃതി ഭംഗി ആയതുകൊണ്ട് സിനിമ ഷൂട്ടിങ്ങിനാണെങ്കിൽ പോലും പാഞ്ചാലിമേട് ഒരു പ്രധാന സ്ഥലമാണ്. ദുൽഖർ സൽമാൻ അഭിനയിച്ച ചാർലി എന്ന സിനിമയുടെ ചില ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഈ ഐതിഹ്യവും മനോഹരമായ പ്രകൃതിയും ചരിത്രപരമായ പ്രാധാന്യവും ചേർന്നതായതുകൊണ്ടാണ് പാഞ്ചാലിമേടിനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിന്റെ ഐതിഹ്യവും മനോഹരമായ പ്രകൃതിയും ചരിത്രപരമായ പ്രാധാന്യവും ചേർന്നാണ് പാഞ്ചാലിമേടിനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ടതാക്കുന്നത്. പാഞ്ചാലിമേട് എന്ന പേര് വരാൻ കാരണം പാഞ്ചാലിയുടെയും മേട് അഥവാ മല എന്ന വാക്കിന്റെയും സംയോജനത്തിൽ നിന്നാണ് പാഞ്ചാലിമേട് എന്ന പേര് വന്നത്. ഈ മലയുടെ ടോപ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടുത്തെ കാറ്റിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റാണ്. പിന്നെ നല്ല വ്യൂ പോയിന്റ് കാണാം. ഒരുപാട് ഭംഗിയാർന്ന സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിവിടെ വന്നില്ലെങ്കിൽ തീരാ നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇടുക്കിയിലുള്ള പല കൂട്ടുകാരും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവർ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും വരണം. അത്രയ്ക്ക് നല്ല ഭംഗിയാർന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ്.
ഇടുക്കി എന്ന മിടുക്കിയെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്കേറെ വളരെ കണ്ണിന് കുളിർമയേകുന്ന നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പണ്ടൊക്കെ മകരസംക്രാന്തി ദിവസം ഉണ്ടല്ലോ, മകരവിളക്ക് ദർശിക്കാനായിട്ടേ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ ഒത്തുകൂടാറുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ അങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ ഭക്തജനങ്ങൾ വരുമായിരുന്നു. ഈ പാഞ്ചാലി മേടെന്ന ഈ സ്ഥലത്തെ വർണ്ണമനോഹരമായ നല്ല നല്ല കാഴ്ചകളും ഒരുപാട് നല്ല വിശേഷങ്ങളും കണ്ണിന് കുളിർമയേകുന്നതുമായിട്ടുള്ള പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തിയത് എൻ്റെ മോനാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.